ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ 2.0യുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് അമ്മച്ചിയുടെ തലയിൽ മൊത്തം താരനായിരുന്നു. അപ്പൊ അനിയത്തിയുടെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവക്കും ഉണ്ടായിരുന്നു നല്ല താരൻ. അപ്പൊ എനിക്ക് ഇങ്ങനെ നടുവയ്യാതായിട്ട് നമ്മൾ അമ്പലവയലിലൊരു താത്തയുടെ വീട്ടിൽ പോയി. അപ്പൊ അവിടുന്ന് തന്ന ഒരു എണ്ണയാണിത്. ഇതിന് പേരൊന്നുമില്ല, പക്ഷെ നാച്ചുറലായിട്ട് താത്ത ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അവക്ക് ഇത് താരം പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഇതായി. ഇതിന് പേര് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, പക്ഷെ നല്ല ഒറിജിനൽ നല്ല അടിപൊളി സാധനമാണെന്നാണ് താത്ത പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ തലയിൽ തേച്ച് കൊടുത്തിട്ട് 2 മണിക്കൂറോളം ഇതായതിനു ശേഷം നന്നായിട്ട് കഴുകി കളയണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയ്ക്ക് അത് വിശ്വാസമായി. അവർക്ക് അവിടെ തലയിലെ ചൊറിച്ചിലും താരനൊക്കെ മാറിയപ്പം ഇത് പരസ്യമൊന്നുമല്ല. ഇത് പുള്ളിക്കാരുടെ നമ്പർ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. എനിക്കിങ്ങനെ നടുവിന് വേദനയായിട്ട് ഞങ്ങൾ അവിടെ പോയി തിരുമിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നതാണ്. ഇതൊന്നും നമുക്ക് അമ്മച്ചിക്ക് തേച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് തല നന്നായിട്ട് കഴുകി കൊടുക്കാം. ഇല്ല, അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. അമ്മ ഡോക്ടറെ കാണാൻ പോയപ്പോഴൊക്കെ ഡോക്ടറോട് സങ്കടപ്പെട്ട് കരഞ്ഞോട്ട് പറയുക, എൻ്റെ തലമുടിയെല്ലാം പോയി ഡോക്ടറെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മച്ചിയുടെ തലമുടിയൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ തലമുടിയൊക്കെ പോയി ഇല്ല, ഒന്നും കെട്ടി വെക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നേക്കുക. അത്രയും മുടി പൊഴിച്ചിലാണ്. അപ്പോൾ ആ താത്ത ഇങ്ങനെ തലയിലെ താരനുള്ളതും തന്നു. താരനുള്ളത് തേച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുടി കൊഴിച്ചിലും ഒക്കെ മാറാൻ വേണ്ടിയുള്ള ഗുളികയും മരുന്നും തന്നിട്ടുണ്ട്. ഇങ്ങനെ കാച്ചെണ്ണയാണ്. അപ്പം താത്ത തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് തിരുമാനൊക്കെ. അപ്പം അങ്ങനെ എനിക്കവിടെ ഒരു ദിവസം തിരുമിക്കൊണ്ടിരുന്നപ്പം കോഴിക്കോട് നിന്നൊരു ആൾ വിളിച്ചിട്ട് പിന്നെ എണ്ണ തരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തിൻ്റെ എണ്ണയാണ്. എന്നിട്ട് പറഞ്ഞു താരനുള്ളതും പിന്നെ മുടി കൊഴിച്ചിൽ മാറാനുള്ള എണ്ണയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും വാങ്ങി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന അനിയത്തിൻ്റെ മൂക്ക് തേച്ചപ്പോൾ നല്ല മാറ്റമുണ്ട് താരനൊക്കെ. അപ്പം എനിക്ക് വിശ്വാസമായി. പിന്നെ ഇപ്പം അമ്മച്ചിക്ക് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. വിശ്വാസം ഇല്ലെങ്കിൽ അമ്മ തേക്കൂല കേട്ടോ, അറിയാലോ. ഇതിങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ പതിയെ മസാജ് ചെയ്ത് കൊടുക്കണമെന്നാ പറഞ്ഞത്. തേച്ചിട്ടൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കണ്ടോ മക്കളെ, എൻ്റെ തലമുടി പോകണമുണ്ടോ? തലമുടി പോയി തീർന്നു. ഇനി സകലേ ഉള്ളൂ. ഒരു ഉണ്ടെങ്കിൽ അങ്ങോട്ട് തലമുടി തന്നെയുള്ളൂ കെട്ടിക്കാൻ. എന്താ ഞാൻ ചെയ്യുക? എൻ്റെ തലമുടി പോയാൽ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നിങ്ങളെ കൂടി ഞാനൊന്ന് കാണിക്കുവരെ. എൻ്റെ തലമുടി പോയതിൻ്റെ വിഷമം എനിക്കുണ്ട്. ആ മുഖത്തറിയാൻ പറ്റുന്നുണ്ട്. സാരമില്ല അമ്മച്ചി, നമുക്ക് ആ എണ്ണ തേച്ച് നോക്കാം. കാരണം അവരത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ലോണം മുടി കൊഴിച്ചിൽ മാറും, പുതിയ മുടി വരുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. എനിക്കിനി മുടിയൊന്നും വരാനൊന്നും പോണില്ല. ഇത്രയും പ്രായം പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല, മുടി വളർന്നോളൂ. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. എന്നും ഇങ്ങനെ പറയും. അതാണ് ആ മുഖത്തിന് ഇന്നൊരു തെളിച്ചമില്ലാത്ത തലമുടി ഇങ്ങനെ അപ്പം അമ്മ പറഞ്ഞു കൊടുക്കുക, ഇത് തേച്ചിട്ട് ഈ താരനൊക്കെ പോയി മറ്റേ എണ്ണ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറിയാൽ ഈ മക്കൾക്ക് എല്ലാവർക്കും ഇതിന് നമ്പർ കൊടുക്കണം. നമുക്കൊന്ന് ഓക്കെ ആയിട്ട് ഇല്ലേ, മുടി ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് അല്ലേ അമ്മേ? പറഞ്ഞുതരാം നമ്മ. ഇനിയിപ്പോൾ 2 മണിക്കൂർ കഴിയട്ടെ. എന്നാലും നമുക്ക് കഴുകി ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി ഒന്ന് തോർത്തിട്ടൊക്കെ മുടി ഉണങ്ങി കഴിയുമ്പം മറ്റേ എണ്ണ തേക്കാം. ഇച്ചിരി തലമുടിയൊക്കെ നന്നായിട്ട് നല്ല കഴുകി ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയിട്ടുണ്ട്. ഇല്ലമ്മേ, അമ്മയ്ക്കൊരു പ്രതീക്ഷ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. താരം പോയാൽ തന്നെ തലയിലെ കടിയൊക്കെ മാറും അല്ലേ അമ്മേ? അതെ, തലയിലെ കടിയല്ല. എന്ത് ചോറിലായിരുന്നു, ചോറിലൊക്കെ മാറി. ഇപ്പൊ അമ്മൂം പറയുന്ന കേട്ടു നല്ല ചൊറിച്ചിലെല്ലാം മാറിയെന്ന്. അവൾക്ക് ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഈ ചുരുണ്ട മുടിയൊക്കെ ആകുമ്പം പെട്ടെന്ന് ഉണങ്ങത്തുമില്ല, പെട്ടെന്ന് താരം പിടിക്കും. അമ്മച്ചിയുടെ മുടിയുടെ ഉള്ളെല്ലാം പോയി കണ്ടോ. എന്തോരം മുടി ഉണ്ടായിരുന്നു അറിയോ? കുഞ്ഞ് എൻ്റെ മുടി എന്തോരം മുടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും കുറച്ച് എടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അതുപോലെ മുറിച്ച് ഉള്ളിൽ നിന്ന് മുറിച്ച് മാറ്റുമായിരുന്നു അല്ലേ പണ്ട്? അമ്മ ഉള്ളു കൂടിയിട്ട് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളയുമായിരുന്നു, കട്ട് ചെയ്ത് മാറ്റുമായിരുന്നു. ഒക്കെ പോയി.
പിന്നെ നമുക്ക് മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം, ഒരു 2 ആഴ്ച നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം, ഇന്ന് നോക്കട്ടെ. എന്നിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ അങ്ങോട്ട് വരൂല്ലേ അമ്മേ? അമ്മ അങ്ങനെ എല്ലാ എണ്ണകളൊന്നും തേക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല. പക്ഷെ എന്തോ ഇത് ഒരു വിശ്വാസം, നല്ലൊരു വിശ്വാസമായി നമുക്ക്. എല്ലാ എണ്ണയൊക്കെ തേക്കണ്ടെന്ന് വിചാരിച്ചായിരുന്നു. ഇരുന്നാലും തേക്കാതെ ഒരു എണ്ണയും തേക്കില്ലായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ തലമുടി മുഴുവൻ പോയി കാണേ, വേണ്ട അകലം പോലും ഉണ്ടായി. എത്രയും തലമുടിയല്ലേ. അമ്മയ്ക്ക് വിഷമായില്ലേ? ഞങ്ങളതിൽ നിന്ന് തല അഴിക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ മുടി ബാത്റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. മമ്മി അതെടുത്ത് കളഞ്ഞു. അപ്പൊ ഞാൻ മുടിയൊക്കെ കഴുകി നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഈ മുടി പൊഴിച്ചിട്ട് മാറുവാണെങ്കിൽ, താരന് പോയി അമ്മച്ചിയുടെ ഇത് മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും താത്തയുടെ നമ്പർ ഞങ്ങൾ തരുന്നതായിരിക്കും. എവിടെ അവർ അയച്ചു കൊടുക്കും. പക്ഷെ ഇനി ലേവലൊന്നുമില്ല, അയച്ചു കൊടുക്കും. കാരണം ഓരോ മക്കൾക്കും മുടി പൊഴിയുന്ന പറഞ്ഞ വിഷമമാണ്. ചിലരെല്ലാം മുറിച്ച് കളയുകയാണ്. നമ്മുടെ അമ്മച്ചിയുടെ കൊച്ചുമക്കളെല്ലാം മുടി മുറിച്ച് കളയുക. ഇതാ അനുമോള് എത്ര പ്രാവശ്യത്തെ മുറിക്കുകയെന്നറിയ. ഇപ്പൊ മുറിച്ചിട്ട് കളറൊക്കെ അടിച്ചു വെച്ചേക്കോളൂ. അല്ലോ വരുമ്പോഴെല്ലാം മുടി ഇങ്ങനെ വന്നോണ്ടിരിക്കുക. സാരമില്ല, മുമ്പത്തെ ഞാൻ കൊണ്ടുവന്ന് വേസ്റ്റ് കളഞ്ഞു. ഓണം കേട്ടോ. മഴയും കൂടെ ആയതുകൊണ്ട് അല്ലേ അമ്മ ഞാൻ വെയിലത്ത് കൊണ്ടിരുത്തുന്നതാ കുറച്ചു നേരം. തന്നെ ഇറങ്ങി പോകും. നല്ല മഴക്കാറാ. അമ്മച്ചി തന്നെ ഇറങ്ങി പോകുന്നു കസേരയും കൊണ്ട്. അമ്മച്ചി ഇങ്ങനെ എടുത്തോട്ട് പോകും. ഞാൻ ചിലപ്പോ അകത്തായിരിക്കുന്നു. അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. അതും ഈ കസേരയും കൊണ്ടാ പോകുന്നേ. ഇതൊക്കെ ആകുവാണെങ്കിൽ ഞാൻ മക്കൾക്ക് എല്ലാവർക്കും അവരുടെ നമ്പർ മേടിച്ച് തരാം കേട്ടോ. തലമുടി പോകാതിരിക്കുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആയിക്കോളൂ. ഇപ്പോഴും കഴിക്കണേ തലയൊന്നും ഇല്ല പോകാൻ. എന്നാലും ഉള്ള പോകണം. ഇനി പോകാതിരിക്കുവാണെങ്കിൽ മാത്രം. അതെ, ഇപ്പൊഴിച്ചിലിനൊരു കുറവ് കിട്ടുവാണെങ്കിൽ അതെ ഉറപ്പായിട്ടും നമ്പർ അയച്ചു തരും. ആ താത്തയുടെ നമ്പർ അയച്ചു തരുന്നതായിരിക്കും. അവരുടെ എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് വീട്ടിലെത്തുന്നതായിരിക്കും. ഇതൊരു പരസ്യമായിട്ടൊന്നും കണക്കാക്കണ്ട. അവരറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു യോ വേണ്ട മോളെ എന്ന്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ എണ്ണയൊക്കെ മക്കൾക്കൊക്കെ എത്രയോ മക്കളിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും മുടിയൊക്കെ കൊഴിയാൻ. അത്രയും നാച്ചുറലായിട്ട് അവരുണ്ടാക്കുന്നൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് അതെ എന്നെ. അപ്പം ബായ് പറഞ്ഞുതരാം അമ്മച്ചി. ബായ്. സുഖമാണെന്ന് ചോദിച്ചേ മക്കൾക്കൊക്കെ? മക്കൾക്ക് എല്ലാ മക്കൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓണക്കാലമായപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഓണാശംസകൾ പറഞ്ഞു. ഓണത്തിൻ്റെ പൂക്കളും ഇന്നലെ അവരെ പൂക്കളും പറിച്ചിട്ട് നടക്കുമായിരുന്നു. ഇന്ന് അവരുടെ പൂക്കളൊക്കെ വാങ്ങിയായി. നാളെ ഉത്രാടമല്ലേ മകളെ, നാളത്തെ കഴിഞ്ഞ് ഓണമല്ലേ. അതിന് നല്ലൊരു കറിയൊക്കെ വെച്ച് കൊണ്ടുവരണം കേട്ടോ. ഞാൻ ഈ പ്രാവശ്യം ഓണമില്ല. ഞങ്ങൾക്ക് ഓണം വെക്കാൻ പറ്റിയ മകൻ മേടിച്ചിട്ട് ദിവസമായില്ല. 5 മാസം ആയുള്ളൂ. ആങ്ങളെയും മരിച്ചു. അവർ രണ്ടുപേരും ഒന്നിച്ചാൽ മതി. എന്നെ നേരത്തില്ല. അവരും വേണ്ട. അവൻ മരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആങ്ങളെയും മരിച്ചു. അവർ രണ്ടുപേരും മരിച്ചുമായിരുന്നു. ഞാൻ ഓണം ഒട്ടും വെക്കുന്നില്ല. ഞങ്ങളെ ഓണം പായസം പോലും വെച്ച് നിങ്ങളെ കാണിച്ചുമില്ല. ഒരു പായസം വെച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു. അത് വേണ്ട ചെയ്ത്. അല്ല ഓണാംശംസകൾ പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വക ഓണാശംസകൾ. അമ്മച്ചിയുടെ വക എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പം അമ്മച്ചി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ വർഷം ഓണം ആഘോഷിക്കാൻ കഴിയില്ല. അമ്മച്ചിയുടെ മകനും പിന്നെ അമ്മച്ചിയുടെ ആങ്ങളെയും മരിച്ച വർഷമാണിത്. 5-6 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഓണമില്ല. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക നിങ്ങൾക്ക് ഓണാശംസകൾ. ഓക്കെ, ബൈ ബൈ. ബൈ.